സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഒരു ലക്വ കേവി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോവുകയാണ്. അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു ഞാൻ പോകുന്നു, അത്ര എനിക്കറിയത്തുള്ളൂ. അപ്പം ഞാൻ സെർത്തേലിയിലാണ്. ഇപ്പോൾ സെർത്തേലിയിൽ നിന്ന് സ്റ്റേഷൻ സ്ക്വയറിൽ നിൽക്കുവാണ്. പിന്നെ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനൊക്കെ വൈബാണ്. സ്ട്രീറ്റിൽ വഴിയിൽ ഇങ്ങനെ പാട്ടുകാരിരിക്കും, പാട്ട് കേൾക്കാം, ഗിറ്റാർ വായിക്കും. സോ ഗൈസ് നമ്മളിപ്പോൾ സ്റ്റേഷൻ സ്ക്വയറിലാണ്. സ്റ്റേഷൻ സ്ക്വയറിൽ നിന്ന് നമ്മൾ നേരെ ലിബർട്ടിയിലോട്ട് എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. വാട്ടർഫോൾസ് എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ഗൈസ് നമ്മളിപ്പം ലിബർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ലിബർട്ടിയിൽ നിന്നാണ് എല്ലാവരും ജോയിൻ ചെയ്യുന്നത്. എല്ലാവരും എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഒത്തിരി ആൾക്കാരുണ്ടെന്ന്. ഒത്തിരി ആൾക്കാരില്ല, 2 പേരേ ഉള്ളൂ എൻ്റെ കൂടെ. ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ പോകാനായിരുന്നു, പക്ഷേ അവരെല്ലാവരും UAE പോയിട്ട് അവിടെ പെട്ട് കിടക്കുകയാണ്. സോ അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല. അപ്പം ഉള്ളവർ വെച്ചിട്ട് പോയിട്ട് വരാം എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഞങ്ങൾക്കിപ്പം സെം ബ്രേക്കാണ്. ഞങ്ങളുടെ സെമ്മൊക്കെ കഴിഞ്ഞു. അപ്പം സെം ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ വീട്ടിലിരിപ്പാണ്. അപ്പം ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. സോ എല്ലാം കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിലാണ്. ബസ്സിൽ നിന്നാണ് ഇനിയിപ്പോൾ പോകുന്നത്. ഇവിടെ ആൾക്കാർ പറഞ്ഞ ആൾക്കാർ CA ഉണ്ട്, ഹായ് കാണിക്കും, വോയിസ് ഉണ്ട്, ഫോണിലാണ്. നമുക്കിപ്പം അവിടെ ചെന്നിട്ട് ഇനി ബാക്കി കാണിക്കും. നമ്മളിപ്പം വാട്ടർഫോളിൻ്റെ മണ്ടയ്ക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു ബൊട്ടാനിക്കൽ ഗാർഡനാണ്. ഇവിടുന്ന് താഴോട്ട് പോകാമെന്നുള്ള വിഷയം. ശരിക്കും എൻട്രി ഫീ എന്ന് പറയുന്നത് 4 ജെല്ലാണ്. നാട്ടിൽ എത്ര 120 രൂപയൊക്കെ വരും. പക്ഷെ സ്റ്റുഡൻസിന് 1 ലാറിയേ ഉള്ളൂ. അതായത് നാട്ടിലെ 33-34 രൂപ. അത് ലാഭമാണ് കൈ. സോ സ്റ്റുഡൻസിന് വരാൻ എളുപ്പമാണ്. നമുക്ക് 1 ലാറിയേ ഉള്ളൂ. ഇവിടെ നമുക്ക് വ്യൂ ഒക്കെ ഉണ്ട്. കണ്ടോ, നല്ല സ്ഥലമാണ്. ഞങ്ങൾ വഴി തെറ്റി മണ്ടയ്ക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് വാട്ടർഫോൾ കാണാനായിരുന്നു പ്ലാൻ. എത്തുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ നടക്കുകയാണ്. കാണാം. ഇവിടുന്ന് ഇറങ്ങിയാൽ നമ്മളിപ്പം സ്ഥലത്ത് ചെല്ലുമെന്നുള്ള പ്രതീക്ഷയിൽ അതെ, ഒരു പ്രതീക്ഷയില്ലാത്തൊരു പോക്കായി തീരുമെന്ന്, ഒരു പ്രതീക്ഷയില്ലാത്ത പോക്കാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഓൾ ഹോപ്സ് ഒന്ന് പ്രതീക്ഷിച്ച് പോവുകയാണ്. വ്ളോഗ് ഒരു മിക്സഡ് വ്ളോഗ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാം കൂടെ ഒരു ചളവള പോലെയുണ്ട്. കാരണം ഇതെല്ലാം ഒരു പരീക്ഷണം. ഞങ്ങൾ ഒറ്റയ്ക്ക് വരുന്നതാണ്. സോ ഞങ്ങൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയത്തില്ല. ടൂറിസ്റ്റ് ഗൈഡില്ല, ഒന്നുമില്ല. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ കാര്യം. എങ്ങനെയുണ്ടെന്ന് എല്ലാം കണ്ടിട്ട് പറഞ്ഞുതരാം, എല്ലാം പറയാം. നമ്മളിപ്പോഴും ഒരു പ്രതീക്ഷ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടില്ല. എത്തുമ്പോൾ എന്തായാലും പറയും. കാണിക്കാം, നമ്മൾ കാണിക്കാം, സ്ഥലമെല്ലാം കാണിക്കാം. അങ്ങനെ ബുദ്ധിമുട്ടുന്നില്ല. മീൻകുളം അല്ല, എന്തോ ഒരു കുളം കാണാം. വന്നിപ്പം എവിടൊക്കെയോ ആയിട്ടുണ്ട്. കേട്ടില്ല, എത്താറാകുമ്പോൾ പിന്നെയും പറയാം. പക്ഷെ എടി ഇങ്ങനെ ദൂരെ നിന്ന് എടുക്കുന്ന ഫോട്ടോ കൊള്ളാം കേട്ടോ. ഇതുവരെ എത്തിയിട്ടില്ല. എത്തും എന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ അപ്പം നടന്ന് അങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള വിശ്വാസത്തിൽ പോകുകയാണ്. മദർ ഓഫ് ജോർജിയ എന്ന് പറഞ്ഞൊരു സ്റ്റാച്ചു ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പം. എല്ലാം സെറ്റപ്പാണ്. ഈ വഴിക്കൂടെ കയറാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ താഴെക്കൂടെ ഇങ്ങനെ വാട്ടർഫോൾസിൽ അങ്ങോട്ട് വരുമ്പം ഇത് കണ്ടോ,
വിഷൊക്കെ പറഞ്ഞ് കെട്ടിയിടുന്ന സാധനമുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല സ്ഥലമാണ്, കൊള്ളാം കാണാം. ഇതാ നല്ലത്. സത്യം പറയാലോ, മട്ടായിരുന്നെങ്കിലും നിങ്ങൾ ഇവിടെ വന്നാൽ ഇവിടെ വരണം. കാരണം ഇവിടെ വില കുറവാണ്. ഓൾസോ ഹരിതാപവും അതും നല്ല കാറ്റ്, അത് ഇത് എന്തുവാ കാണാൻ. അതെ, നമ്മൾ ജോർജിയ വന്നു എന്നുള്ളൊരു ഫീല് വരും ഇവിടെ വന്നേ. ഇവിടെ അടിപൊളിയാണല്ലോ, ഇതെല്ലാം ഞാൻ ഇടുവേ. ഇവിടെ അടിപൊളിയാണല്ലോ, നിങ്ങൾ ജോർജിൽ ഒരു വട്ടം വരണം. ഇവിടെ ഇങ്ങനെ ഇതൊക്കെയുണ്ട്, ലോക്കൊക്കെ നമുക്ക് മേടിക്കാം. ഈ പുള്ളിയാണ് വിൽക്കുന്നത്. കൊള്ളാം. ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയൊക്കെ പോലെയുണ്ട്, ഊട്ടി അതുപോലൊക്കെ. കൊള്ളാം. സോ നമ്മുടെ വ്ളോഗൊക്കെ അത്ര ഉള്ളൂ, കുഞ്ഞൊരു വ്ളോഗായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ പോയപ്പം നിങ്ങളെ കൂടെ കൊണ്ടുപോകണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ കൊണ്ടുപോയതാണ്. ഇനിയും ഇങ്ങനത്തെ ഞങ്ങൾ പോകുന്ന പരിപാടികൾക്കൊക്കെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഇച്ചിരി മറവിയുണ്ട്. അത് വ്ളോഗ് എടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ മറന്നു വ്ളോഗ് എടുക്കുവാന്ന്. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതെ അതെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ചെയ്ത് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒത്തിരി റീച്ചൊന്നും ഇല്ലാത്ത ചാനലാണ്. ചിലപ്പോൾ വളരുമായിരിക്കും, ചിലപ്പോൾ വളരത്തില്ലായിരിക്കും. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പക്ഷേ അതെ, എല്ലാം നിങ്ങളുടെ കയ്യിലാണ്, അങ്ങനെ വേണം പറയാം. സോ ഇതൊരു കുഞ്ഞു ചാനലാണെങ്കിൽ പോലും നിങ്ങൾ ഇതിനെ വളർത്തുമെന്നുള്ളൊരു വലിയ വിശ്വാസത്തിൽ, അതെ, ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത്, പങ്കുവെക്കുന്നത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം സ്റ്റേ ട്യൂൺഡ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ മറക്കാത്തൊരു ദിവസം ഞാൻ വരുന്നതായിരിക്കും.